പ്രമുഖ സിനിമാ നടൻ ജോയ് മാത്യു UDF-നായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് VD സതീശൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് തിരഞ്ഞെടുത്ത മണ്ഡലങ്ങളിലാവും പ്രചരണം നടത്തുക. എന്നാൽ സ്ഥാനാർത്ഥിയാവാനില്ല എന്ന് ജോയ് മാത്യു അറിയിച്ചിട്ടുണ്ട് എന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിൽ പുതിയൊരു സാംസ്കാരിക സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ചുമതലയും ജോയ് മാത്യുവിനായിരിക്കും. കോഴിക്കോട് ഇരുവരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചതാണ് ഇക്കാര്യങ്ങൾ. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ കൂടെ നമുക്ക് പിന്തുണയുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് പിന്തുണയുണ്ട്, നേരത്തെ തന്നെയുണ്ട്. അദ്ദേഹം നമ്മളെടുക്കുന്ന നിലപാടുകൾക്കൊക്കെ നല്ല നിലപാടുകൾ എടുക്കുമ്പോൾ അതിന് പിന്തുണ നൽകി അദ്ദേഹം സംസാരിക്കാറുണ്ട്. തെറ്റായ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കാറുണ്ട്. അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു, ഇടതുപക്ഷ ചിന്തകനും ഒക്കെ ആയിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഞങ്ങളുടെ നിലപാടുകളോടൊപ്പമാണ്. ഇപ്പോൾ ഞങ്ങളൊരു സാംസ്കാരിക കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത്. സ്ഥാനാർത്ഥിയാണെന്ന് അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹത്തിന് അങ്ങനെ അധികാര സ്ഥാനങ്ങളോടൊന്നും താല്പര്യമില്ല. പക്ഷേ അദ്ദേഹത്തിനൊരു സാംസ്കാരിക കൂട്ടായ്മ, ഞാൻ എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സാംസ്കാരിക കൂട്ടായ്മ ഉണ്ടാവണം, എന്നിട്ട് ഞങ്ങളെയും വിമർശിക്കണമെന്ന് പറഞ്ഞു, ഞങ്ങളുടെ തെറ്റുകളും ചൂണ്ടിക്കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു സംഭവം വേണം. വിവരങ്ങളുമായി CK വിജയൻ ചേരുന്നു തത്സമയം. CK വിജയൻ, ഗുഡ് മോർണിംഗ്. ജോയ് മാത്യുവിനെ UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മുൻനിരയിൽ നിർത്തുമെന്ന് പറയുന്നു. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം കൊടുക്കുമെന്നും ഇതിന്റെ ചുമതലക്കാരൻ ജോയ് മാത്യു ആയിരിക്കുമെന്നും പറഞ്ഞു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണല്ലോ ഈ കാര്യങ്ങൾ VD സതീശൻ വ്യക്തമാക്കിയത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഈ UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ചില സസ്പെൻസുകൾ ഉണ്ടാകും, പുതുമുഖങ്ങൾ ഉണ്ടാകും, സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടാകും എന്ന വാർത്തയൊക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ VD സതീശനോട് ഈ കാര്യം ചോദിച്ചത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഏതായാലും ജോയ് മാത്യു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്, അതിന് താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം UDF-ന് വേണ്ടി പരസ്യമായി പ്രചരണത്തിനിറങ്ങും. ഏതായാലും ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിൽ, അതായത് ഇവർ ആവശ്യപ്പെടുന്ന മണ്ഡലങ്ങളിൽ UDF-ന് വേണ്ടി പ്രചരണം നടത്താൻ ജോയ് മാത്യു രംഗത്തിറങ്ങും. അതാണ് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്, വിശാലമായ ഒരു സാംസ്കാരിക സംഘടന, പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ അതിനുള്ള സ്വാതന്ത്ര്യം ഉള്ള രീതിയിൽ ഒരു വിശാലമായ സാംസ്കാരിക സംഘടന ഉണ്ടാക്കും. ഇത് യഥാർത്ഥത്തിൽ ജോയ് മാത്യു മുന്നോട്ട് വെച്ച ഒരാശയമാണ്. ആ ആശയത്തെ VD സതീശൻ പിന്തുണയ്ക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സംഘടനയിൽ പ്രവർത്തിക്കുകയും അതിനെ വിമർശിച്ചാൽ അതിൽ നിന്ന് പുറത്താക്കി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. പകരം സർക്കാരിനെയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും വിമർശനാത്മകമായി കാണുകയും അതിനെ ഒരു സാംസ്കാരിക തലത്തിൽ നിന്ന് വിമർശിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു വലിയ സംഘടന, സാംസ്കാരിക സംഘടന ഉണ്ടാക്കും. ഇതാണ് ജോയ് മാത്യുവിനുള്ള ചർച്ചയിൽ ഉണ്ടായ രണ്ടാമത്തെ കാര്യം. ശരി, വിശദവിവരങ്ങൾ നൽകിയത് CK വിജയനാണ്. നല്ല ദിവസം ആശംസിക്കുന്നു CK വിജയൻ.